ധനുഷ് നമ്മുടെ ഡി അണ്ണന്റെ ഒരു ടോക്സിക് ലവ് സ്റ്റോറി ഇപ്പൊ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. തേരെ ഇഷ്കുമേൻ നെറ്റ്ഫ്ലിക്സിലാണ് സ്ട്രീം ചെയ്യുന്നത്. സോ ഈ സിനിമ കാണാൻ കുറെ റീസൺ ഉണ്ട്. ഇതിന്റെ കാസ്റ്റ് കിടുവാണ്. ധനുഷ് ഉണ്ട്, പ്രകാശ് രാജ് ഉണ്ട്, കൃതി സാനൻ ഉണ്ട്, പിന്നെ AR റഹ്മാൻ മ്യൂസിക്കലാണ്. പക്ഷെ അതൊന്നും അല്ല പ്രൈം ഫാക്ടർ. ധനുഷ് ആനന്ദ് റായ് കൊളാബറേഷൻ. സോ ഇവരുടെ ആദ്യത്തെ കൊളാബറേഷനിൽ ഇറങ്ങിയത് ഒരു ക്ലാസിക് പടമാണ് റാഞ്ചന. ആ സിനിമ കണ്ടിട്ട് കുറെ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. ആ ഒരു റീസൺ കൊണ്ട് മാത്രമാണ് ഞാൻ ഈ സിനിമ ഇരുന്ന് കണ്ട്. ഇവരുടെ അതിറങ്കി റേയും ഇവരുടെ ഒരു മറ്റൊരു കൊളാബറേഷൻ ആയിരുന്നു. ദാറ്റ് വാസ് ഓൾസോ എ നൈസ് ഫിലിം. സോ ഈ സിനിമ ഒരിക്കലും ഒരു മോശം പടമല്ല, ഒരിക്കലും ഒരു മോശം പടമല്ല. ദിസ് ഇസ് നെവർ എ ബാഡ് ഫിലിം. ദിസ് ഇസ് എ വെരി നൈസ് ഫിലിം. സോ പലരും പലതും പറയും ആൻഡ് ഐ ഡോണ്ട് കെയർ എ ഫ്രീക്ക്. അതന്നെ ആയിരിക്കണം നിങ്ങളുടെ ഒരു തോട്ടും. യു ഷുഡ് നെവർ കെയർ അബൌട്ട് വാട്ട് അതർ പേഴ്സൺസ് ആർ സെയിങ്. ഒപ്പീനിയൻസ് ആർ ലൈക്ക് ആസോൾസ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എവ്രിബഡി ഹാസ് വൺ. സോ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമായിരിക്കും. അത് കണ്ടിട്ട് സിനിമ കാണണോ വേണ്ടേ തീരുമാനിക്കരുത്. അവനവൻ വിചാരിക്കണം ഏത് സിനിമ കാണണം, ഏത് സിനിമ കാണണ്ടാന്ന്. സോ ഈ സിനിമ റാഞ്ചന ആ ഒരു ലെവലിലുള്ള പടമല്ല. അത് മനസ്സിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ ദിസ് ഇസ് ആക്ച്വലി വെരി നൈസ് ഫിലിം. യൂഷ്വലി എല്ലാ ലവ് സ്റ്റോറീസ് കണ്ടാലും ഞാൻ ഈ ചെറിയ പിള്ളേരെ പോലെ ഇരുന്ന് കരയും. ലോലനാണ് ഞാൻ. അത് പറയാൻ എനിക്കൊരു നാണക്കേടും ഇല്ല. എന്നാൽ ഈ സിനിമ കണ്ടപ്പോ എനിക്ക് ചില സീൻസ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ആ ഒരു കരച്ചിലൊന്നും വന്നില്ല.